ഹായ് ഫ്രണ്ട്സ്, CUET 2017 ഫിസിക്സ് പേപ്പറായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 26 to 75 വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 76. എ ലൈറ്റ്ലി ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ വിത്ത് നാച്ചുറൽ ഫ്രീക്വൻസി ω0 ഈസ് ഡ്രിവൺ ബൈ എ പീരിയോഡിക് ഫോഴ്സ് ഓഫ് ഫ്രീക്വൻസി ω. The amplitude of oscillation is maximum when the maximum amplitude results when the frequency of the driving force equal to the natural frequency of system. ഓസിലേറ്ററിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ω0ക്ക് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി ഈക്വൽ ആകുമ്പോഴാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകുന്നത്. Therefore, option C is right. 77. The magnetic field associated with the electric field vector E0 sin kz minus ωt j cap is given by. Electric field vector is given E0 sin kz minus ωt j cap. To find magnetic field, B equal to k cap cross E by C. K cap ഒരു യൂണിറ്റ് വെക്റ്റർ ആണ് അലോങ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. സോ B ഈക്വൽ ടു k cap ക്രോസ് E0 സൈൻ kz മൈനസ് ωt j cap ബൈ C. ഇവിടെ k ക്രോസ് j ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് നമുക്കറിയാം I j k, I ക്രോസ് j ഈസ് k, j ക്രോസ് k ഈസ് I ആൻഡ് k ക്രോസ് I j. ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. j ക്രോസ് I ഈസ് മൈനസ് k, I ക്രോസ് k ഈസ് മൈനസ് j, k ക്രോസ് j ഈസ് മൈനസ് I. Therefore, here k cross I is minus I. Therefore, vector B equal to minus E0 by C sin kz minus ωt I cap. Option A ആണ് correct. Question 78. The capacitance of two concentric spherical metal shells with radii A and B is. Two concentric spheres ഉണ്ട് വിത്ത് റേഡിയസ് എ ആൻഡ് ബി. ഇവിടെയുള്ള കപ്പാസിറ്റൻസ് ഈസ് ഗിവൺ ബൈ സി ഈക്വൽ ടു 4πε0 എ ബി ബൈ ബി മൈനസ് എ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. 79. The electric potential of a dipole at a large distance r goes like. ഒരു ഡൈപോളിൽ നിന്ന് വളരെ ദൂരെയുള്ളൊരു പോയിന്റിലെ പൊട്ടൻഷ്യലും ഈ ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. സോ പൊട്ടൻഷ്യൽ ഈസ് വേരി വിത്ത് 1/r². ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ വിച്ച് വാരി വിത്ത് 1/r³. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 18. What is the magnetic field at a distance s due to long straight wire carrying current I? ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്റ്റിംഗ് വയർ ഉണ്ട് വിത്ത് കറണ്ട് ക്യാരിങ് I. അതിൽ നിന്ന് എസ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിൻ്റ്, എസ് ഡിസ്റ്റൻസിൽ നിന്നുള്ള ഈ പോയിൻറ്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു μ0 I by 2πs phi cap. ഇത് വയറിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള പോയിൻ്റ് ആകുമ്പോഴാണിത്. ഇനി വയറിൻ്റെ എൻഡിൽ നിന്നുള്ള പോയിൻറ്റിലാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു μ0 I by 4πs phi cap. ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് സെൻറ്റർ പോയിൻറ്റിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ആൻഡ് ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 81. The electric potential of some configuration is given by where A and alpha are constants. The electric field would be. Electric potential is given V equal to A e raised to minus lambda r divided by r, and we want to find the electric field E equal to minus del V. So E equal to minus del operator r cap rho by rho r into V. V is here A e raised to minus lambda r divided by r. So minus r cap A can be taken outside. Differentiate 1/r into e raised to minus lambda r. 1/r differentiate ചെയ്യുമ്പോൾ minus 1/r² into e raised to minus lambda r plus
1 by r into e raised to minus lambda r ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ e raised to minus lambda r into minus lambda e equal to minus r cap a and e raised to minus lambda r by r square can be taken outside by r square into 1 plus lambda r. This is the answer. Option A is correct. Question 82. The volume current density in the wire is proportional to the distance from the axis J equal to Ks. The total current in the wire would be. Volume current density is given J equal to Ks. We want to find total current I. We know that volume current density J equal to di by ds. ഇവിടെയുള്ള എസ് ഏരിയ എലമെൻ്റ് ആണ്, ബട്ട് ഇവിടെ ഉള്ളത് ഡിസ്റ്റൻസ് ആണ്. സോ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇവിടെ എസ്സിന് പകരം ഞാൻ ആറ് കൊടുക്കുകയാണ്. ജെ ഈക്വൽ ടു കെ ആർ. ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ഡി ഐ ഈക്വൽ ടു ജെ ഇൻറ്റു ഡി എസ്. ദർഫോർ ടോട്ടൽ കറണ്ട് ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ ജെ ഡി എസ്. ഇൻ്റഗ്രൽ ജെയുടെ വാല്യൂ കെ ആർ, ഏരിയ ഈസ് 2 pi r dr which is equal to constant can be taken outside 2 pi k integral r square dr. Options നോക്കിയാൽ അറിയാം റേഡിയസ് ഈക്വൽ ടു എ. ദർഫോർ ഐ ഈക്വൽ ടു 2 pi k r സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ r ക്യൂബ് ബൈ 3 ലിമിറ്റ് 0 to a 2 pi k a cube by 3. This is the answer. Option A is correct. Question 83. For a perfect gas whose molecules have n degrees of freedom, the correct expression is. Relation between Cp, Cv and F is given by Cp by Cv equal to 1 plus 2 by F. Here F is degrees of freedom which is given by 1 plus 2 by n. Option A is correct. Question number 84. A thermodynamic system is maintained at a constant temperature and pressure. പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആവുന്ന ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ താഴെ കൊടുത്ത ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ആവുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഗിബ്സ് ഫ്രീ എനർജി, എൻതാൽപ്പി, ഇൻറ്റേർണൽ എനർജി ആൻഡ് ഹെൽമോണ്ട്സ് ഫ്രീ എനർജി, ഇതിൻ്റെയൊക്കെ തെർമോഡൈനാമിക് എക്സ്പ്രഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. Given that temperature and pressure are constant. Therefore, look at this equation. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയാൽ ഡി ജിയുടെ വാല്യൂ 0 ആയിരിക്കും. ഡി ജി ഈക്വൽ ടു 0. Therefore, Gibbs free energy is minimum at constant temperature and pressure. Option A is correct. Question 85. Which is the correct expression for latent heat? ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ഇക്വേഷൻ ആണ്, വിച്ച് ഈസ് ഗിവൺ ബൈ ഡി എൽ ബൈ ഡി ടി മൈനസ് എൽ ബൈ ടി ഈക്വൽ ടു C2 minus C1. Here L is latent heat, T temperature, C2 and C1 represents specific heat. Option A is correct. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ലേറ്റൻറ്റ് ഹീറ്റ് ഇക്വേഷൻ ആണെങ്കിൽ വിച്ച് ഈസ് ഗിവൺ ബൈ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എൽ ബൈ ടി ഇൻറ്റു V2 minus V1. Here P is pressure, V2 and V1 represents specific volume. And this equation is called Clausius-Clapeyron equation. 86. A particle of mass m is confined in a two-dimensional infinite square well potential of side A. The eigenenergy of particle in a given state is E equal to 25 pi square h cross square by ma square. The state is energy of a particle in two-dimensional infinite square well is given E nx ny equal to nx square plus ny square into pi square h cross square divided by 2ma square. Here given that E equal to 25 pi square h cross square by ma square. ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് nx സ്ക്വയർ പ്ലസ് ny സ്ക്വയർ divided by 2 equal to 25. That is
nx square plus ny square equal to 50. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് nxൻ്റെയും nyൻ്റെയും പോസിബിൾ വാല്യൂസ് നോക്കാം. 7 1 7 സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 50. അതുപോലെ 7 1 5 5 മൂന്ന് പോസിബിൾ വാല്യൂസ് ആണുള്ളത്. therefore the state is threefold generate. Option B is correct. Question 87. For a wave in a medium, the angular frequency and the wave vector are related as omega square equal to omega 0 square plus c square k square. Find the product of group velocities and phase velocities. We want to find the product of phase velocity and group velocity, which is equal to phase velocity omega by k into group velocity d omega by dk. Here given that omega square equal to omega 0 square plus c square k square. Differentiate this equation with respect to k. 2 omega d omega by dk equal to omega 0 and c are constant. Therefore c square 2k. 2 cancel ആയി പോവും. സോ ഇതിൽ k ഇപ്പുറത്ത് കൊണ്ടുവരിക. ഒമേഗ ബൈ കെ ഡി ഒമേഗ ബൈ ഡി കെ ഈക്വൽ ടു സി സ്ക്വയർ. നമുക്കറിയാം ദിസ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് ഫേസ് വെലോസിറ്റി ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി ഫ്രം ദിസ് ഇക്വേഷൻ. ദർഫോർ വി പി ഇൻറ്റു വി ജി ഈക്വൽ ടു സി സ്ക്വയർ. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. Question 88. The wave function of a quantum mechanical particle is given by where phi1x and phi2x are eigenfunctions with corresponding energy eigenvalues -1 electron volt and -2 electron volt respectively. The energy of the particle in the state psi is. Wave function is given psi x equal to 3/5 psi 1x plus 4/5 psi 2x and eigenvalues lambda 1 equal to -1 electron volt, lambda 2 equal to -2 electron volt. We can calculate energy in the state psi by calculating the average energy. That is average energy equal to summation of magnitude Cn square into lambda n. Here C എന്ന് പറയുന്നത് 3/5 and 4/5, lambda eigenvalues -1 and -2. Average energy equal to C1 square lambda 1 plus C2 square lambda 2, which is equal to C1 square 3 square by 5 square into lambda 1 -1 plus C2 square 4 square by 5 square into -2. 9/25 plus 60/25 into -2 equal to -41/25 electron volt. Option A is correct. 89. The half-life of a radioactive nuclear source is 9 days. The fraction of nuclei which are left undecayed after 3 days. Expression for undecayed nuclei is given by n equal to n0 into 1/2 all raised to t by t half. Therefore n equal to n0 1/2 all raised to t ഇവിടെ 3 days ആണ്, by half life 9 days ആണ്, which is equal to n0 by 2 raised to 1/3. ഇത്രയും ന്യൂക്ലിയ ആണ് ഡീക്കേ ചെയ്യാതെ കിടക്കുന്നത്. സോ ഫ്രാക്ഷൻ ഓഫ് അൺഡീക്കേഡ് ന്യൂക്ലിയ ഈസ് 1/2 raised to 1/3. Option D is correct. Question 90. The postulates of special theory of relativity are applicable to stationary frame, accelerated frame or inertial frame. Postulates of special theory of relativity can be applicable to inertial frames. Inertial frames means frames at rest or moving with uniform velocity.
Therefore, option C is correct. Question number 91. An oscillator is nothing but an amplifier with positive feedback is called oscillator. That is, an oscillator is nothing but an amplifier with positive feedback. Option B is correct. 92. Depletion region in PN junction consists of immobile ions. Answer is option D. 93. To use transistor as an amplifier. Emitter base junction must be in forward biased and collector base junction must be in reverse biased. Option C is correct. Question 94. Which one of the following is incorrect Boolean expression? തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഓരോന്നും ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എ, P bar Q plus PQ equal to Q. Here LHS P bar Q plus PQ. Q can be taken outside. P bar plus P. P bar plus P is 1. Q into 1 equal to Q. LHS RHS equal ആയതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. ഓപ്ഷൻ ബി ഈസ് P plus Q bar into P plus Q equal to P. LHS P plus Q bar into P plus Q. ഫസ്റ്റ് ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ P into P is P plus P into Q, that is P into Q plus then Q bar into P. Q bar into P plus Q bar into Q. Q bar into Q is 0 equal to, ഇതിൽ നിന്ന് P can be taken outside. P plus P into Q plus Q bar. Q plus Q bar is 1 and P plus P എന്ന് വരും, which is equal to P. So LHS RHS ഈക്വൽ ആയതുകൊണ്ട് ഓപ്ഷൻ ബിയും കറക്റ്റാണ്. ഓപ്ഷൻ സി, P into P plus Q equal to P. LHS ഇൻറ്റു ചെയ്യുമ്പോൾ P into P, that is P plus P into Q, that is PQ equal to, P can be taken outside. 1 plus Q equal to 1 plus Q is 1, that is P into 1 equal to P. So option C യും കറക്റ്റാണ്. Therefore option D is incorrect. In this question we used some basic rules of Boolean algebra which is given by A plus A equal to A into A equal to A plus A bar equal to 1, A into A bar equal to 0, A plus 0 equal to A into 0 equal to 0, A plus 1 equal to 1, A into 1 equal to A, and A double bar equal to A. Question 95. Octal equivalent of decimal number 478 is. ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട് 478. അതിനെ ഒക്ടൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് തന്നിട്ടുള്ള ഡെസിമൽ നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 59. റിമൈൻഡർ ഈസ് R. Again divided by 8, that is 7. Remainder 3. So this is the corresponding octal number 736. Answer is option A. Question 96. Find the radius of convergence of given power series. Given that f of z equal to sigma n equal to 0 to infinity zn by n factorial. We want to find radius of curvature which is equal to limit n tends to infinity mod an divided by an plus 1. ഇവിടെ an കണ്ടുപിടിക്കാൻ we know in general sigma n equal to 0 infinity an zn. So here an equal to 1 by n factorial. Therefore R is limit n tends to infinity mod
1 by n factorial by 1 by n plus 1 factorial equal to limit n tends to infinity n plus 1 factorial by n factorial, that is limit n tends to infinity n plus 1 factorial by n factorial is n, limit apply ചെയ്യുമ്പോൾ infinity. So option B is correct. 97. The Fourier series for the function x plus x square for minus pi less than x less than pi is consisting of, if the given function is a even function, then its Fourier series consists of cosine terms. If it is a odd function, it contains sine terms, and when it is neither even nor odd, then it contains both sine and cosine terms. Therefore, here given f of x equal to x plus x square, which is a mixture of both odd and even function. That means its Fourier series contains both sine and cosine. Option C is correct. Question 98. If vector A is such that del cross A equal to 0, then A is called. Given that del cross A equal to 0, that is curl of A is 0. We know that curl of a vector is a measure of how much the vector curls around a point. That is curlless vector mean it is a irrotational vector. Therefore option A is correct. When del dot A, that is divergence of a vector, is equal to 0, then that vector is called solenoidal vector. Question 99. Which of the following statement is correct for real and imaginary parts of root I power root I? We want to find real and imaginary parts of root I power root I. We know that e raised to I theta equal to cos theta plus I sin theta. Put equation number 1. When theta equal to pi by 2, then e raised to I pi by 2 equal to cos pi by 2 is 0 and sin pi by 2 1. Therefore I, which is equation number 2. Apply equation 2 in this I. Then root I power root I equal to root I ku pagaram e raised to I pi by 2 power root I. Here root nu pagaram namakku power 1 by 2 ആക്കി എഴുതാം. e raised to I pi by 2 raised to 1 by 2 power I raised to 1 by 2, which is equal to e raised to I pi by 2 into 1 by 2, that is pi by 4 I raised to 1 by 2, which is equal to e raised to pi by 4 I into I raised to 1 by 2, that is I raised to 3 by 2. Apply value of equation 2 in this I. Then which is equal to e raised to pi by 4 I ku pagaram e raised to I pi by 2 all raised to 3 by 2. e raised to pi by 4 into e raised to I into pi by 2 into 3 pi by 2, that is 3 pi by 4. This is in the form of e raised to I theta. We can apply equation 1 here. Here theta is 3 pi by 4. Therefore e raised to pi by 4 into cos 3 pi by 4 plus I sin 3 pi by 4, which is equal to e raised to pi by 4 cos 3 pi by 4 is minus 1 by root 2 plus I into sin 3 pi by 4 1 by root 2. ഇത് റൂട്ടിനകത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus pi by 4 root 2 into e raised to I pi by 4 root 2. Again apply equation 1 here. Therefore e raised to minus pi by 4 root 2 into cos theta ka pagaram pi by 4 root 2
pi by 4 root 2 plus I into sin pi by 4 root 2. ഇത് ബ്രാക്കറ്റിനകത്തേക്ക് കൊടുക്കുമ്പോൾ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് പൈ ബൈ 4 റൂട്ട് 2 കോസ് പൈ ബൈ 4 റൂട്ട് 2 പ്ലസ് ഐ ഇൻറ്റു ഇ റൈസ് ടു പൈ ബൈ 4 റൂട്ട് 2 സൈൻ പൈ ബൈ 4 റൂട്ട് 2. This is real part which contain cosine terms and this is imaginary part which contain sine terms. So option A is correct. Question number 100. A square matrix A is idempotent if consider a square matrix A. When A square equal to A, then it is called idempotent. Here option C is correct. When A square equal to I, then the matrix is called involuntary.